ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഞാൻ ഫുട്ബോൾ ലീഗ് 2026 എന്ന് പറയുന്നൊരു ഗെയിമാണ് കളിക്കുന്നത്. അപ്പോൾ ഞാൻ കളിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. കാണുന്ന കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ബ്രസീൽ 1958 കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യണം. കാരണം മൂന്ന് പരസ്യം കണ്ടാൽ നമുക്ക് അങ്ങനെ ക്ലാസിക് ടീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ടീം എടുക്കാൻ പോകുമ്പോൾ അപ്പോൾ എന്താ പല പല ടീം കിട്ടും. ഫസ്റ്റ് എടുത്തിട്ടുണ്ട് പല പല ടീം കിട്ടും. അതായത് പല രാജ്യത്ത്, അതായത് ഓരോരോ ഈ ബ്രസീലിന് തന്നെ 1958 അല്ലേ അവർ നല്ലപോലെ കളിച്ചു. അതുപോലെയാണ് നമ്മൾ 3 പരസ്യം കിട്ടും. അപ്പോൾ ഞാൻ 3 പരസ്യം കണ്ടിപ്പോൾ അത് എടുത്തിട്ടുണ്ട്. Position at the back post. Poor decision making. Might be able to get in behind the defense. പേരൊക്കെ തെറ്റായിട്ടാണ് ഗൈസ് കൊടുത്തേക്കുന്നത്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. Good play, one on one. What a chance! Just the keeper to beat. ഇതിനകത്ത് പിന്നെ കമന്ററി ഒക്കെ ഉണ്ട്. പേലെ ശരിക്കും പലതായിരുന്നു കൊടുത്തത്. ഞാനാണത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തത്. ഓ, ചെറിയ ലാഗ് ഉണ്ട് ഗൈസ്. Opening quarter of an hour complete. Teams looking to establish control. Carrying the ball forward. Nice block. Fails to keep the ball. Concentration നോക്ക്. ഇത് നോക്ക്. Oh, great vision. ഈ ലാഗ് ഒക്കെ എന്തിനാ? ഫുൾ പവർ ഷൂട്ട് കൊടുക്കാം. Ball is behind the line for a goal kick. The shot was outrageous. Okay. A very timely interception. Reads the play beautifully. Fails to keep the ball. ഓടാ, ഞങ്ങളെ ജയിക്കുള്ളൂ എന്നാണ്. 2 മുട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ പിന്നെ അവന്മാരെ പുകഴ്ത്തിയിട്ട് Good ball movement and a decent position here. Goal. ഭയങ്കര റോക്കറ്റ് തുടുത്തു വിട്ടു. പേനെ പലതായിട്ട് കൊടുത്തത്. പക്ഷെ ഞാനത് എഡിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. എഡിറ്റ് ചെയ്തിട്ടാണ് ഗൈസ്. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവന്റെ ഇപ്പൊ ബോൾ ഗൈസ്. ഞാനാണെങ്കിൽ വീഡിയോ നിർത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ ചിലപ്പോ ഇച്ചിരി ലോങ് ആയിരിക്കും. അയ്യോ, അവനാണ് തള്ളു. കേട്ടിക്കാൻ എത്ര പേരാ പോകുന്നത്? അയ്യോ, Fails to keep the ball. അയ്യോ, Pressure forced the error. പെലെ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? മറ്റേ അങ്ങ് അപ്പുറത്തായിരുന്നു പോകുന്നത്. പെലയ്ക്ക് നല്ല സ്പീഡുണ്ട്. പാസ് കൊടുക്കാൻ പറ്റുമോ? അയ്യോ, ഈ പെലെ എന്താ പുറകെ പോയി നിൽക്കുന്നേ? മറ്റേ ഫ്രണ്ട്. ഇതാണ് എനിക്ക് പിന്നെ നമ്മൾ സ്പ്രിന്റ് ആൻഡ് സ്കിൽസിന്ന് നമ്മൾക്ക് അടിപൊളി സ്കില്ലുണ്ട്. ഇട്ടപ്പോ തന്നെ അവൻ കയറി. പിന്നെ ഇതാണ് സ്കില്ല്. നമുക്ക് അത്യാവശ്യം ഡ്രിബ്ലിംഗ് ഇനി ഞാൻ നോക്കി കളിക്കും. അയ്യോ, ഞാൻ എനിക്ക് എന്ത് പറ്റിയെന്ന്. ഞാനിത് കുറെ നാളായിട്ട് ഞാൻ കളിക്കുന്നുണ്ടായിരുന്നു. ഇന്നാണ് അതിന്റെ ഒരു പ്രോപ്പറായിട്ടൊരു വീഡിയോ ഇട്ടത്. സ്കില്ലിങ്ങനെ കിട്ടുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല അങ്ങോട്ട് ശരിക്കും. ബോളിന്റെ ഇടയ്ക്കൂടെ ഒക്കെ കയറി. ഞാൻ വീഡിയോ എടുക്കുന്നത് നല്ലപോലെ എന്തോ കളിക്കാൻ പറ്റുന്നില്ല. ഇതൊന്ന് സൂക്ഷിച്ച് ഞാനൊന്നും പറയാതെ കളിച്ചു നോക്കാം. ചിലപ്പോൾ എനിക്കങ്ങനെ കളിക്കാൻ പറ്റാറുണ്ട്. ഞാൻ ചിലപ്പോൾ 10 ഗോളൊക്കെ ശരിക്കും ഞാൻ അടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ വീഡിയോ എനിക്കാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടിയിട്ടുണ്ട്. പെലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ പേര് മാറ്റാനൊക്കെ പറ്റും. എനിക്ക് ഇതിനകത്ത് ഈ സൈഡിൽ നിന്ന്
അടിക്കാൻ ഇഷ്ടം. എനിക്ക് അപ്പുറത്തെ സൈഡ് ഗോൾ അടിക്കാൻ അധികം അറിയില്ല. There goes the ball. Losing possession. വിലക്ക് തന്നെ കിട്ടി. അവൻ അടിച്ചു. Knocks it towards to the front. It's in! Plenty of power on that! What an amazing save! The keeper just saved the team! A very timely interception. That's goalkeeping masterclass. അത് നിങ്ങൾ ഒന്നുകൂടെ റീപ്ലേ കണ്ടു നോക്കിയാൽ മതി. അപ്പോഴത് മനസ്സിലാവും. അവന്റെ കയ്യിൽ കാണ്ട ഒട്ടിച്ച് അവനത് പിടിച്ചത്. അയ്യോ സ്വിച്ച് ആവ്. Might be able to get in behind the defense. എന്താ ഗരിഞ്ച. Knocks it towards to the front. പേരൊന്നും നിങ്ങൾ നോക്കണ്ട. Pass backwards, a bit passive. അയ്യോ Losing possession. Fails to keep the ball. Going for goal. Credit to them for winning back possession over the byline. Hence a goal kick. ആ ക്രോസ് ബോൾ തട്ടി ബോൾ അങ്ങ് പോയി. റോക്കറ്റ് പോകുന്ന പോലെ. എനിക്കൊരു പാകിസ്ഥാൻ റോക്കറ്റ് ആ ഗോൾ പോയി. They are making a change. പിന്നെ ഇപ്പൊ പുതിയൊരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കാണെങ്കിൽ അതായത് നമ്മളായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഐ മീൻ നമുക്കാണെങ്കിൽ ഒരു പ്ലെയറിനെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ ശരിക്കും കളിക്കുമ്പോഴല്ലേ നമുക്ക് നമ്മൾ മാത്രമല്ലേ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പം അതിനകത്ത് ഈ ഗെയിം പുതിയൊരു അപ്ഡേറ്റ് അപ്പൊ അപ്ഡേറ്റ് വന്നുകൊണ്ട് നമുക്കാണെങ്കിൽ നമ്മളായിട്ട് ഒറ്റയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. നമ്മുടെ ടീം നമുക്ക് പാസ്സൊക്കെ തരും. ഭയങ്കര പാടാണ്. 3 മുട്ടയ്ക്ക് 4 മുട്ടയ്ക്കൊക്കെ ജയിക്കും. ആ ടൈം കഴിഞ്ഞല്ലോ. വെറുതെ അല്ല അപ്പൊ എല്ലാവരുടെയും അങ്ങ് ഇതങ്ങ് തീർന്നു. ഇപ്പൊ ഞാൻ നമ്മളായിട്ട് കളിക്കുന്ന ഒരു കളി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും 7 മുട്ടയ്ക്കൊന്നും ആരും ജയിച്ചിട്ടില്ല. 5 മുട്ടയ്ക്കൊക്കെ ജയിച്ചിട്ടേ ഉള്ളൂ. അല്ലേ ഞാൻ നിങ്ങൾക്ക് ഞാനായിട്ട് കളിക്കുന്ന ഒരു കളിയാണ്. പ്ലെയർ കരിയർ നിൽക്കുമ്പോൾ എനിക്കിപ്പം പ്രോഗ്രസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവോട്ടൊക്കെ ഓടിയാറ്. ഇത് നമ്മൾ ഓട്ടോയിൽ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. എനിക്ക് മോള് XP എന്ന് കാണിച്ചേക്കുന്ന ആ സാധനം കുറേ കിട്ടണം. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ കളിക്കുന്നത്. Welcome to the exciting match. Both teams are hungry for the win. Let's see who is gonna take the win home. The first half is underway here. ഇതാണ് ഞാൻ. ഓ എനിക്ക് അത്യാവശ്യം സ്പീഡുണ്ട്. Keeping possession nicely. Might be able to get in behind the defense. അയ്യോ ഷൂട്ട് അടിച്ചു. പക്ഷെ അവിടെ ആൾക്കാർ കൂടി നിൽക്കുമായിരുന്നു. Losing possession. അയ്യോ എനിക്ക് തരല്ലേ Breaking free. Taking the free kick. എനിക്ക് തരല്ലേന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേ എനിക്ക് well timed tackle. അയ്യോ എനിക്കേ പാസ് ഇടുള്ളൂ എല്ലാവരും. ഞാനിങ്ങനെ കോളെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കുഴപ്പമില്ല. എനിക്കൊന്നുമില്ല. ഞാൻ വിചാരിച്ചേ എന്ത് ചെയ്യാം. ഇതേ ഉള്ളൂ. ഇതിനകത്ത് ശരിക്കും നമ്മൾ കളിക്കുമ്പോൾ പാരലൽ വ്യൂ അല്ല, ഇത് പാരലൽ വ്യൂ ആണ്. കളിക്കുമ്പോൾ നമ്മൾ സെറ്റിംഗ് opening phase of the game complete. Promising signs from both sides. Beautiful long pass. അപ്ഗ്രേഡ് ഇല്ല. അതിന്റെ അവിടെ ആയിട്ട് നമുക്കൊരു ഇതുണ്ട്. So we'll restart with that throw in. അകത്തേക്ക് തന്നെ എറിഞ്ഞേ. So we'll restart with that throw in. ബട്ടൺ ഉണ്ട്. ആ ബട്ടനെ നമ്മൾ ഞെക്കിയാൽ മതി. ഞാൻ reads the play beautifully. ത്രൂ പാസ് അല്ലായിരുന്നു അത്. Play it long. Fails to keep the ball. എനിക്ക് ദേഷ്യം വരും. Losing possession. കളയുക. അയ്യോ കറക്റ്റ് ആയിട്ട് ത്രൂ എടുക്കടാ. Amazing shot. Great anticipation there. The goalkeeper has done exceptionally well. A very timely interception. Carrying the ball forward. Losing possession. അയ്യോ
ഓഫ്സൈഡ് അല്ലല്ലോ. No one has managed to put the ball in the net yet. ഇതുവരെ ആരും ഗോൾ അടിച്ചിട്ടില്ല. Glorious goal! ഞാൻ ഗോൾ അടിച്ചു. Guys, ഞാൻ പറഞ്ഞപ്പോ തന്നെ Slight wobble, but still commanding the scoreline. ഗോൾ മേടിക്കാൻ എളുപ്പമായിരുന്നു. Might be able to get in behind the defence. Good play, one-on-one. Oh, good save! Reads the play beautifully. Offside. Here comes the free kick. Well-timed tackle. Might be able to get in behind the defence. Oh, brilliant goalkeeping. എല്ലാം ഇവനങ്ങ് പിടിക്കുക. ബാക്കിയുള്ള ഗെയിമിലൊന്നും ഇല്ല ഇങ്ങനത്തെ പ്രശ്നം. Good ball movement and a decent position here. Well-timed tackle. ഇവൻ എന്ത് കാണിക്കുവാ ചുമ്മാ. A decent effort that. The first half turns to a close. നമ്മുടെ 9.3 റേറ്റിംഗ് ഉണ്ട്. ആ 9.3 എന്ന് കാണിച്ചാൽ നമ്മുടെ റേറ്റിംഗ് ആണ്, വേറൊന്നുമില്ല. Second half is finally starting. ഇനി ഇങ്ങോട്ടാ ഗോൾ അടിക്കണ്ട. എനിക്ക് ഇങ്ങോട്ട് ഗോൾ അടിക്കാൻ വലിയ വശമൊന്നുമില്ല. Might be able to get in behind the defence. അപ്പുറത്തേക്ക് ഒന്നുകൂടെ വശം. Threaded through. അയ്യോ ഇവന്മാർ എനിക്ക് ത്രൂ പാസേ തരുള്ളൂ. Good play, one-on-one. പെനാൽറ്റീസ് given. ഞാനല്ല അടിക്കുന്നത്, പക്ഷെ എനിക്ക് ആ പെനാൽറ്റി തരണ്ടേ. പക്ഷെ ടീമിലെ ക്യാപ്റ്റൻ അപ്പുറത്തേക്കും അടിക്കും കയറി. ഇതാ എനിക്ക് ദേഷ്യം വരുന്നത്. ഇത് മിക്കവാറും ഗോളും കയറ്റില്ല, പുറത്തേക്ക് അടിക്കും. കറക്റ്റ് ഗോൾ കയറ്റിയില്ല. കഷ്ടപ്പെട്ട ഞാനും അങ്ങനെ കൂടുതലും ഈ രണ്ടുപേരൊക്കെ കഷ്ടപ്പെട്ട ഞാനും ബാക്കിയുള്ളവരുടെ നമ്മൾ തടഞ്ഞ് നമ്മൾ എടുക്കണം. അയ്യോ ഓഫ്സൈഡ് മിക്കവാറും. ഇല്ല. എനിക്കിപ്പോ 20 ഗോൾ ഈ സീസണിൽ നിന്ന് തന്നെ. ഞാൻ 2 സീസൺ എന്റെ രണ്ടാമത്തെ സീസണാണിത്. എനിക്ക് എത്ര ഗോൾ അടിച്ചില്ല. ടോട്ടൽ 54. ഞാൻ ഹാട്രിക് അടിച്ചു. They're ahead. As long as they keep up the defence, the win should be theirs. Knocks it towards to the front. ആദ്യമായിട്ട് ഞാൻ ഈ ഗെയിം കളിച്ചപ്പോൾ, അതായത് ഒറ്റ ഈ പ്ലെയർ കാരിയർ എന്ന് പറയുന്ന കളിച്ചപ്പോൾ എനിക്ക് റേറ്റിംഗ് 10 അത്രേ ഉള്ളൂ. ഞാൻ കാണിച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ പാസ് ഞെക്കി എനിക്ക് തന്നപ്പോ തന്നെ. അയ്യോ എന്നാ നീ എടുത്തോ, എനിക്ക് വയ്യ. അവൻ എടുത്തില്ല, അത് മണ്ടൻ. പുറത്തോട്ട് പോയി കറക്റ്റ്. ഞാൻ എന്ത് ചെയ്യാ? This is a foul. They are looking to create space. Threaded through. It's in! Plenty of power on that! Need to be hitting the target from that distance. ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. അയ്യോ അവനപ്പോഴത്തേക്കും പാസ് ഇട്ടു, അല്ലെങ്കിൽ എനിക്ക് അവൻ്റെ ബോൾ ഈ റേറ്റിംഗ് എങ്ങനെയാ? ഈ റേറ്റിംഗ് നമ്മൾ എക്സലന്റ് പൊസിഷനിൽ നിന്നും കറക്റ്റ് നമ്മൾ ഗോൾ അടിക്കുമ്പോഴും കറക്റ്റ് ഇങ്ങനെ ഡ്രിബിൾ ചെയ്ത് എനിക്ക് കോർണർ അധികം ഗോൾ അടിക്കാൻ അറിയില്ല.
Unable to hang on the ball. That's a good pressing. No more time, the referee says, and that will do. ഹാട്രിക് അടിച്ചു. കഷ്ടപ്പെട്ട് നമുക്ക് നോക്കാം. 3 ഗോള്, 10 ഷൂട്ട്, 8 എണ്ണം ടാർഗറ്റില്ല. അപ്പോൾ ആ ഗോളിയുടെ ഒരു ലെവല് ഓർത്ത് വെക്ക്. സക്സസ്ഫുൾ 12 ഡ്രിബിൾ ചെയ്തു, പാസ് 7 പാസ്, സക്സസ്ഫുൾ പാസ് 6 എണ്ണം, കീ പാസ് അതെന്താണെന്ന് എനിക്കറിയില്ല. ടാക്കിൾ നമ്മൾ ബോൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ മേടിക്കുന്നതായിരിക്കും. ഇൻ്റർസെപ്ഷൻ പാസ് കൊടുക്കുമ്പോൾ നമ്മൾ പാസ് കൊടുക്കാതെ തടയുന്നതായിരിക്കും. ഫൗളൊന്നും ഇല്ലായിരുന്നു. മറ്റേ ചിലപ്പോൾ ഞാൻ ഫൗളൊക്കെ ചെയ്യാറുണ്ട്. 207 FV എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. 3 മുട്ടയ്ക്ക്. ഗ്രാനഡ എന്ന് പറയുന്ന നല്ല കളിയായിരുന്നു. അവരൊക്കെ ചില ടീമൊക്കെ നല്ല കളിയാണ്. ഞങ്ങളുടെ ടോട്ടൽ ബോൾ 25, ബാക്കിയുള്ളവരൊക്കെ 12. അതിൻ്റെ പകുതി പോലും ഇല്ല. അതാണ് ഞങ്ങൾക്ക് ഒരു കപ്പമുണ്ട്. പിന്നെ പ്രോഗ്രസ്സിൽ പോയിട്ട് ഗൈസ് മോളിൽ നിങ്ങൾക്ക് ഒരു സെറ്റിങ്സ് കാണാം. അതിൽ പോകുമ്പോഴാണ് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഈ സെറ്റിങ്സിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഇതായിരിക്കും, പ്രോ ക്യാമറയിലായിരിക്കും. നമ്മളാണെങ്കിൽ അതിങ്ങനെ പാരളലിലാക്കിയാൽ മതി. അതാണ് അപ്പോഴാണ് എനിക്ക് പാരലാണ് ഇവിടെ വശമുള്ളത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.